അമ്മ മരിച്ചു. മക്കള് 2 രാജ്യത്താണ്. ഏതായാലും മക്കള് വന്നു. മിക്കവാറും കാര്യങ്ങളൊക്കെ അവര് എവിടെ ഇരിക്കണോ അവിടെ ഇരുന്നു കൊണ്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. 2 കൂട്ടർക്കും ബിസിയാണ്. അവർക്ക് മടങ്ങിപ്പോണം. അവരൊന്നും പരിഹസിച്ചിട്ട് കാര്യമില്ല. ഒക്കെ സത്യമല്ലേ ജീവിതത്തില്. അവർക്ക് വീട്ടിൽ നിന്ന് പോകാനൊന്നും കൊടുത്തില്ല. അവിടെ ഇരുന്നും കൊണ്ട് കമ്പ്യൂട്ടറിൽ അനവധി കാര്യങ്ങൾ ചെയ്യുന്നു. എങ്ങനെ പോയിരുന്നാലും ശരി ഉടനെ അങ്ങോട്ട് മടങ്ങാൻ പറ്റുമോ? അവരെ കാണാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞ ഒരു വഴിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. രണ്ടും ഈ ജീവിതത്തിലത്തെ മാറ്ററുകള് പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നതോ പറയുന്നതോ ഒന്നുമല്ല. ഇന്നേ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ഇത്ര ദിവസം അകത്തിരിക്കണം എന്നാണല്ലോ പറയുക. വിദേശത്തിലെ വൻ നഗരങ്ങളിലെ മകൻ പറയുക അകത്തിരിക്കണം. അങ്ങനെയാണോ ഏട്ടാന്ന് പെങ്ങള് ചോദിക്കണം. അതെ, ഇത്ര ദിവസം അകത്തിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ തമാശക്ക് ആലോചിച്ചാല പുറത്തായിരുന്ന എന്താ കുഴപ്പം? ഈ വീടിന്റെ അകത്തുനിന്ന് മരണം നടന്നു, അച്ഛനോ അമ്മയോ മരിച്ചു. വീടിന്റെ അകത്തിരിക്കുന്നതിന് പകരം പുറത്ത് മുറ്റത്തൊരു കസായിട്ട് ഇരുന്നുകൂടെ? വേനൽക്കാലം വെച്ചാ മാവിന്റെ തണലിലിരുന്നുകൂടെ? അകത്ത് ഇത്ര ദിവസം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇത്രാം തീയതി ഫ്ലൈറ്റിൽ മടങ്ങും. എന്തിനാ അകത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ ചടങ്ങ്. കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൃഷ്ണമാവ് പ്രത്യേകം പറഞ്ഞു, അകത്തിരുന്നിട്ട് പോയാൽ മതി. ആ അകത്തിരിക്കലിനെ കുറിച്ച് ഞാനിപ്പോ ഒന്ന് പറയുകയാണ്. എങ്ങനെയാണ് ആ പ്രയോഗം വന്നത് എന്ന്. ഒരു രാജാവ് ഏറ്റവും ശാന്തിയും സമാധാനമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ പോയി. ഏറ്റവും ശാന്തി സമാധാനമുള്ള വ്യക്തിയെ നോക്കുമ്പോൾ എല്ലാവർക്കും അശാന്തിയുണ്ട്. 100% ശാന്തി ആർക്കുമില്ല. അങ്ങനെയാണ് ഒരു ഗുരു വഴി ചെന്നപ്പോ എന്താണ്, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ശാന്തിയും സമാധാനം. എന്റെ വളരെ അടുത്തൊരു ബന്ധു മരിച്ചു. ഞാൻ കാണാൻ പോയി. സാധാരണഗതിയിൽ ഞാൻ കരയുകയോ നിലവിളിക്കുകയൊക്കെ ചെയ്യണ ഒന്നും ഉണ്ടായില്ല. എന്താ അറിയില്ല. ഉണ്ടാവാതിരിക്കാൻ കാരണം ഇതുപോലുള്ള ശാന്തിയോടുകൂടി ആ വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശവശരീരത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ മുഴുവൻ അവസാനിച്ചു. ഞാൻ പറയുക പരമാവധി മരണ വീട്ടിൽ പോണെന്നാ. നിവൃത്തി ഉണ്ടെങ്കിൽ മരണ വീട്ടിൽ പോണം. കാരണം ആ വ്യക്തിയുടെ എല്ലാ പ്രോബ്ലവും അവസാനിച്ചില്ലേ നമ്മുടെ അറിവിൽ. വേദാന്തത്തിന്റെ വലിയ കടുകട്ടിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ തന്നെ മാറ്റി പറയും വേറെ ഏതെങ്കിലും പ്രഭാഷണത്തിൽ. സാധാരണഗതിയിൽ ആ വ്യക്തിയുടെ എല്ലാ യുദ്ധവും അവസാനിച്ചില്ലേ? ഇല്ല. രണം, യുദ്ധം. ജീവിതത്തിൽ ഒരു യുദ്ധവുമില്ല, ഒന്നും അറിയണ്ട. റേഷൻ വാങ്ങാനും കാശ് വേണ്ടേ? ആ കാശ് കയ്യിലുണ്ടാവണ്ടേ?
വേഷം വാങ്ങണ്ട. ഞാൻ ശരീരമാണ് എന്ന അഭിമാനമില്ല. ശരീരമാണെന്നുള്ള അഭിമാനം ഉണ്ടെങ്കിലാണല്ലോ പ്രശ്നങ്ങളുള്ളൂ. വേറെ ആളെ കുറ്റം പറയേണ്ട കാര്യമില്ല. കുറ്റം പറയണ എന്തിനാ? അയാൾക്ക് ഇന്ന കുറ്റങ്ങളുണ്ട്, എനിക്കാവുന്നില്ല. അതാണല്ലോ ഈ കുറ്റം പറയുന്ന അർത്ഥം. അയാൾ എന്ത് മോശക്കാരൻ, ഞാൻ അത്ര നല്ലോന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയുടെ എല്ലാം കഴിഞ്ഞില്ലേ മരണത്തോടു കൂടി? ഈ ചിന്തയോട് കൂടിയിട്ട് ഡെഡ് ബോഡി ഒന്ന് കണ്ടുനോക്കൂ. അയാൾ കീർത്തിമാന, ഇനി കീർത്തിക്കുള്ള ദാഹം ഉണ്ടാവില്ല. അയാളിപ്പോ ഈ കണ്ണു പറഞ്ഞാലോ, ഏതൊക്കെ പത്രത്തിലാ വന്നിരിക്കണ എല്ലാ പേപ്പറും കിട്ടിയോ? 10 പത്രം, വേറെയും ചില പത്രം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു കോപ്പി വാങ്ങിക്കൊണ്ട. എവിടേക്കാ എൻ്റെ പേരുള്ളത്? മകനെ കുറിച്ച് പരാതിയില്ല, മകളെ കുറിച്ച് പരാതിയില്ല. ആ വ്യക്തി വ്യാപ്തി നേടി, അതാണ് വാക്ക്. മരിച്ചു എന്നല്ല. കഴിയുമെങ്കിൽ മരണ വീട്ടിലൊക്കെ ചെല്ലുന്ന സ്വഭാവം എനിക്ക് പൊതുവെ കുറവാട്ടോ. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവരെ പോയി കാണാറുമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ പോയി കണ്ട് കുറെ നേരം വർത്താനം പറയണ ഒരു ശീലം എനിക്കുണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞ് വന്നപ്പോൾ മരിച്ചു മുഴുവനും കിട്ടിയപ്പോൾ എൻ്റെ വേറൊരു പരിപാടി മാറ്റി വെച്ച് നമ്മൾ പോയില്ലാന്ന് വരാറുണ്ട്. ഇന്നൊരു തത്വം പറയുമ്പോൾ പറയുകയാണ്, ആ വ്യക്തി വ്യാപ്തി നേടി, ആ വ്യക്തിയെ ബാധിക്കുന്ന ഒരു കാര്യവുമില്ല. ഇറുമ്പ് കടിക്കണമെന്ന് പറയോ? ഇല്ല. ഇറുമ്പ് കടിക്കുന്ന ദുഃഖമുണ്ടോ? ഇല്ല. കനത്ത ചൂട്, ഫാൻ വേണം പറയോ? പറയില്ല. ഇതൊന്നുമില്ലാതെ ഏറ്റവും രാജാവ് വരെ കണ്ടെത്തി ശവശരീരം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം ഒതുങ്ങാത്ത രീതിയിൽ വ്യാപ്തി നേടിയത് കൊണ്ടാണ് ഡെഡ് ബോഡി AC ഓണാക്കുക എന്ന് പറയാത്തത്. AC ഓണാക്കി ആ മുറിയിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. ഇത് വ്യാപ്തി നേടി. അതിന്റെ മറ്റൊരു പ്രകാരമാണ് വിഷ്ണു പദം പോകി. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. മരണം നടന്നാൽ ബന്ധുക്കൾ അകത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം പുറത്തേക്ക് പോകാതെ വീടിന്റെ അകത്തിരിക്കണം എന്നുള്ള ചെറിയൊരർത്ഥത്തിലിരിക്കണം. നാം അകത്തോട്ട് കടക്കണം, നാം അകത്തിരിക്കണം. മരണമെന്താ, ജീവിതമെന്താ, ആ വ്യക്തിയുടെ ജീവിതം എന്താ എന്നുള്ള ഇതുവരെ പറഞ്ഞത് മുഴുവൻ അകത്തിരിക്കലാണ്. ഇതാണ് അകത്തോട്ട് തിരിയുക. നമ്മൾ അകത്തോട്ട് തിരിഞ്ഞ് അവരെ കുറിച്ച് ചിന്തിക്കുക. അഥവാ മകൻ ഈ അകത്ത് ഇരിക്കുക എന്നുള്ള ചടങ്ങിന് മുമ്പേ പോയിരുന്നാലും അച്ഛനെ കുറിച്ച്, ജീവിതത്തിനെ കുറിച്ച്, അച്ഛന്റെ മരണത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ചൊന്ന് അകത്തിരിക്കലാണ്. അകത്തിരിക്കലിന് വളരെ പ്രധാനപ്പെട്ട അർത്ഥമുണ്ട്. മഹാന്മാരാണെങ്കിലും ധനികരാണെങ്കിലും നമ്മൾ അവരുടെ ഡെഡ് ബോഡി കാണണം. ഇങ്ങനെ ശാന്തിയോടുകൂടി അവരെ ജനിച്ചതിന് ശേഷം കണ്ടിട്ടുണ്ടാവുക. ജനിച്ചതിന് ശേഷം ഇനി ഒരു പ്രശ്നവും ഇല്ല. മരിച്ചവർക്ക് വേണ്ടി ആരും കരയേണ്ട. ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യനല്ലേ, കണ്ണൊക്കെ നിറഞ്ഞു പോവില്ല ഒന്നും പറയുന്നില്ല കേട്ടോ. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയണമെന്നുള്ളൂ. കണ്ണൊക്കെ നിറഞ്ഞു പോകും. മരിച്ചവന് ദാഹമില്ല, വിശപ്പില്ല, കോപ്പറേറ്റീവ് ബാങ്കിലെ കടമില്ല, സമൂഹം എന്തു പറയണമെന്നില്ല.
പ്രതിമ വെച്ചോണ്ടും കാര്യമില്ല. ചിലവര് മരിക്കുമ്പോൾ വലിയ അംഗീകാരം കിട്ടുകയാണെങ്കിൽ ആകാശത്തേക്ക് വെടി വെച്ചാൽ അത് കേൾക്കാനുള്ള ശ്രവണശക്തിയും ഉണ്ടാവില്ല. ഈ ചിന്ത കൂടിയാണ് അകത്തിരിക്കൽ. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.